ചില്ലി ജാസ്മിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കലാസി പരിപാടി നടത്താൻ പോവുകയാണേ. ഇത് നമുക്ക് ടെറസയിൽ ഒരു പാത്രത്തിനകത്ത് നിന്നിരുന്ന ഗോൾഡൻ സീതപ്പഴത്തിൻ്റെ ചെടിയാണേ. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കമ്പുകളും ഞാൻ കോതി ഇറക്കിയിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി ഞാനിപ്പോൾ പാത്രം മാറ്റുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, ഇതിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചേനകൾ കിളുക്കാറുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ആദ്യ കാലത്ത് ചെയ്ത സമയത്ത് ഈ കറിക്കൊക്കെ അരിയുന്നതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇതിൻ്റെ ചവിട്ടിക്കൊണ്ടിടും. അപ്പോൾ ഈ ചേനയൊക്കെ ചെത്തിയതിൻ്റെ തൊലിയിൽ അത്രയ്ക്കുള്ള ഭാഗം മതി ഇതുപോലത്തെ മുള വന്ന് കിളുക്കാനായിട്ട്. അപ്പോൾ കാണുമ്പോൾ ഇതിനെ നമ്മളിങ്ങനെ വലിച്ചു പറിക്കുമ്പോൾ ഇതിൻ്റെ മണ്ട വെച്ചിട്ട് ഇവിടുന്ന് ഒടിഞ്ഞു പോകുന്നത്. ബാക്കി ഭാഗം അവിടെ നിൽക്കും. ഇത് കണ്ടോ മുള ഉണ്ടോ, ഇതുപോലെ ചേനയുടെ മുള വരും. അപ്പോൾ ഇതിങ്ങനെ ചേന ഈ പാത്രത്തിനകത്ത് നിന്ന് ഇതുപോലത്തെ ഒരു ബക്കറ്റിനകത്ത് നിന്നിരുന്നതാണേ. അപ്പോൾ ചേന വളർന്ന സമയത്തുണ്ടല്ലോ ബക്കറ്റിൻ്റെ സൈഡ് അങ്ങോട്ട് പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പാത്രം മാറ്റണം. അപ്പോൾ ഈ ചേനയും കൂടെ മാറ്റിക്കളയാം. അതിന് നമ്മൾ ഈ ചെടി വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് ബക്കറ്റിൽ നിന്ന് പൊക്കിയെടുത്ത ഭാഗമാണ്. അതൊക്കെ ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കാണിച്ചു തരാത്തത്. ചേന നിൽക്കുന്നുണ്ടോ, ഈ ചേനയെ നമുക്കിതിനകത്തുനിന്ന് ഇളക്കി ഊരിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ വേറെ പാത്രത്തിനകത്ത് നടാം. അപ്പോൾ നമ്മുടെ ചെടിയുടെ വേരുമുണ്ട്, ചേനയുടെ വേരുമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേനയ്ക്ക് കൊത്തുകൊള്ളാതെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കുറച്ച് മണ്ണ് ഇളക്കിയതിന് ശേഷം അടത്തിയാൽ ചിലപ്പോൾ ചേന ചോട്ടിൽ നിന്ന് വിട്ടു പോരുമായിരിക്കും. അടത്താൻ പറ്റുമോ, തള്ളിവിടാൻ പറ്റുമോ എന്ന് നോക്കിയാൽ രാജീവേനി കണ്ടോ, അത്രയും ഭാഗമുണ്ട്. ആണ്ടോ 1 2 ഒക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കുഞ്ഞു കുഞ്ഞു ചേനകളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേനത്തൊലിക്കകത്തുനിന്ന് കിളുത്തതാണ്. കണ്ടോ ഇത്രയും ചേന, ഇതൊരു കൂർക്ക പോലെ ഇരിക്കുന്നത്. ഇതൊരു ചേന, പക്ഷെ നല്ലേനും ചേനയാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകവശം കണ്ടോ അല്ലേ, നല്ല നെയ്ച്ചേനയുടെ സൈസാണ്, കേടൊന്നും വന്നിട്ടില്ല. സീഡ് ഇങ്ങനെ ഇട്ട് കിളുത്ത് വരുന്ന റംബുട്ടാനാണേലും ഉണ്ടല്ലോ കായ്ക്കാൻ വർഷങ്ങൾ പിടിക്കും. അതേസമയം നമ്മൾ നല്ല ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ് മേടിച്ച് വെക്കുന്നെങ്കിൽ പിറ്റേ കൊല്ലം കായ്ക്കും. നല്ലോണം കരിയിലിട്ട് വെച്ചോണ്ട് മണ്ണങ്ങനെയൊന്നും ഉറച്ചിട്ടൊന്നുമില്ല അല്ലേ. മറിച്ചിട്ട് കുറച്ച് വലിയ വേര് വെട്ടിക്കളയരുത്. നാരുവേരില്ലേ ഇങ്ങനത്തെ മുടി പോലത്തെ, ആ കുറച്ച് വേരുകൾ കറക്കത്തി ഉപയോഗിച്ച് മുറിച്ച് കളയാം വേണമെങ്കിൽ. രാജീവേ, ഇത് വെക്കാൻ നമുക്ക് ബക്കറ്റ് വേണ്ടേ? ഇപ്പം ഇത് മണ്ണിനകത്തുനിന്ന് പൊക്കിയെടുത്തു. ഇനി നമുക്കിതിനെ പുതിയ പാത്രത്തിലേക്ക് നട്ടു കൊടുക്കണം. അപ്പോൾ ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഈ ചട്ടിക്കകത്ത് ആദ്യം അതിനകത്ത് കിഴുത്തകളൊക്കെ ഇതുപോലെ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ചട്ടിയുടെ കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചെടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് മണ്ണും കലക്കിക്കൊണ്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് പുല്ലിടാം. നമ്മൾ ഈ ടെറസേന്ന് പറിക്കുന്ന കളകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാം. പാത്രം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇട്ടാൽ പോരെ. ഇതുപോലെ നമ്മൾ പറിച്ചിടുന്ന കളകളാണ് നമ്മൾ ഏത് പാത്രം നിറയ്ക്കുമ്പോഴും അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വാരിയിട്ട് അതിനകത്ത് കൊണ്ടിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ചട്ടി എടുത്ത് താഴെ വെക്കുമായിരിക്കും നല്ലത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. ഇതുപോലെ കുറച്ച് ഉണങ്ങിയ പുല്ലും കളയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു കുറച്ച് മാത്രം മണ്ണ് ഇട്ട് കൊടുക്കുക, തലപ്പ് മൂടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇല ഇടുവാണേ. ഈ ഉണങ്ങിയ ഇല ഇട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് വേണം നമുക്ക് ചെടിയുടെ വേരിനെ ഇറക്കി വെക്കാം. മതി 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 അതിലോട്ട് ഈ വേര് വെച്ചു. വേണ്ട, മണ്ണ് ഇനി ഇടാം. ഇനി ഇങ്ങനെ വെച്ചിട്ട് താന്നോളൂ. നിങ്ങൾ സെൻറ്ററിലാണ് നിൽക്കുന്ന വേര്, അല്ല തണ്ട്, അത് മതി. സെൻറ്ററിൽ വേര് വന്നാൽ മതി. ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ല. അപ്പോൾ മണ്ണിട്ടു. ഇനി നമ്മൾ സൈഡിൽ കൂടെയാണ് ഈ മണ്ണിനെ കൊടുക്കുന്നത്. അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നിരത്തി കൊടുത്താൽ മതി. ഉണ്ടോ, വേര് താഴേക്ക് വെച്ചു. അല്ലെങ്കിലും പുതിയ വേരിനി വന്നോളും, പേടിക്കാനില്ല. വേര് മൂടത്തക്ക രീതിയിൽ മണ്ണിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ്, ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ ഉമിയും ഒക്കെ ചേർത്ത് നല്ലോണം നിറച്ചിരിക്കുന്നതാണേ. ഇത്രയും മാത്രം മണ്ണ് മതി. ഇനി നമുക്ക് ഇതിനെ എടുത്ത് നമ്മുടെ പഴയ സ്ഥലത്ത് കൊണ്ട് വെക്കണേ. കണ്ണിക്കൊള്ളാതെ ഇങ്ങോട്ട് കൊണ്ടുവരെ.
ഇളകി പോകാതിരിക്കാൻ ചെയ്യുന്ന പണി എന്നാന്ന് കണ്ടോ, ഈ ചെടിയേലൊരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറും ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഭിത്തിയെ കൂട്ടി കെട്ടിയിരിക്കുവാണേ. അതിലോട്ട് നമ്മളങ്ങ് കെട്ടി വെച്ചാൽ മതി, മറിയത്തില്ല. ഇനി ഇതിവിടെ ഉറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒരു ശകലം പരിപാടിയും കൂടെ ഉണ്ട്. ഇത് കെട്ടി വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അവിടുന്ന് ഒരു മാവ് ഉണങ്ങിയതിനെ എടുത്തതാണേ. അപ്പം ഈ നിൽക്കുന്ന മാവിനെ അങ്ങ് അരികിലോട്ട് നമുക്ക് തള്ളിവിടാം. നമ്മളവിടെ സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേ കൂടെ അങ്ങ് അരികിലോട്ട് നമ്മൾ നീക്കി വിടുക കേട്ടോ. മാവിൻ്റെ തൊലികളല്ലേ, ആ ഭിത്തിയെ ചേർന്നിരിക്കുന്ന ഭാഗത്തെ തൊലി പോകരുത്, പൊക്കി പിടിച്ചോ നല്ലേ. ഒരു കമ്പ് കണ്ടോ ഭിത്തിയെ കൂടെ ചേർന്ന് പോകുന്നേ. നീ കുഴപ്പമില്ല, പോട്ടെ. അവിടെ ഇരുന്നാൽ മതി രാജീവേ, നമുക്ക് കൊട്ട വെക്കാൻ ചട്ടി വെക്കാൻ ഇടയിൽ ഇപ്പുറത്തുണ്ടല്ലോ. അത് മതി. അപ്പോൾ ആദ്യം ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചാൽ നമ്മളിതുപോലത്തെ ചട്ടികളിൽ അതിൻ്റെ മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ ആ ഹോൾസ് എല്ലാം തന്നെ ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ലൂസായിട്ട് അടയ്ക്കും കേട്ടോ. തീരെ ടൈറ്റായിട്ട് അടയ്ക്കാൻ പാടില്ല, വെള്ളം ഒഴുകി പോകാതിരിക്കും. ചെറിയ രീതിയിൽ നമ്മളെ ഹോൾസ് എല്ലാം അടയ്ക്കണം. നല്ലപോലെ പുല്ലിടണം. പുല്ലിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇല ഇട്ടിട്ട് മാത്രമേ ചെയ്യാളൂ. ഉണങ്ങിയ ഇല കൊടുക്കണം നിർബന്ധമായിട്ടും, അതിനെ ലൂസ് കിട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ ഇതുപോലെ ചട്ടികൾ മാറ്റുന്ന അവസരത്തിൽ നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടാനായിട്ട് ഇതേപോലെയുള്ള പച്ചപ്പുള്ള കളകളും അതുപോലെ ഉണങ്ങിയ ഇലകളും ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ നിറച്ചു കൊടുക്കാൻ. ടെറസിലൊക്കെ വെക്കുന്ന അവസരത്തിൽ അതിന് വെയിറ്റും കുറഞ്ഞു കിട്ടും. അതുപോലെ ചെടിക്ക് നല്ല വേരോട്ടം കിട്ടും. അതുപോലെ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതേപോലെ ഉണങ്ങിയ ഇലകളും പച്ചിലകളും കൊണ്ട് നല്ലൊരു ഭാഗവും നിറയ്ക്കുന്നതാണ് നല്ലത്. പച്ചപ്പ് ഒത്തിരി മുകളിലിടാതിരിക്കുന്നത് നല്ലത്. കിടക്കട്ടെ. ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ ഇല ഇട്. ഉണങ്ങിയ ഇല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടണം. കുറച്ച് ഉണങ്ങിയ ഇല കുറച്ചുകൂടി ഇട്ടു. പ്ലാസ്റ്റിക് ഉണ്ടേ മാറ്റിയേക്കണേ. അടിച്ചു വാരുമ്പം വരുന്ന ഇലകളാണ് ഞാൻ ഈ വെക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മുറ്റത്തൊക്കെ പിള്ളേർ പ്ലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങളൊക്കെ കീറിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വാരി വെക്കുന്ന കൂട്ടത്തിൽ കയറി വരുന്നതാണ് ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ഇതിനകത്ത് വരുന്നത്. മതി മതി. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ചെടിയെ ഇറക്കി വെക്കാം. ഇപ്പം മണ്ണിടണ്ട, ചെടിയെ ഇറക്കി വെക്കാം. ചട്ടിക്കകത്തിരിക്കുന്നുണ്ടോ, അവനെ വെക്കാം. അപ്പോൾ അതിനെ ഊരിയെടുക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. നമ്മളൊരു ഡ്രാഗണിൻ്റെ ചെടി മേടിച്ചതാണേ. ഒരെണ്ണം മഞ്ഞ, ഞാൻ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടോ. ഒന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിലാണ്ട് അപ്പുറത്തൊരു ചെറിയ ഗ്രോ ബാഗിനകത്ത് ഇരിക്കുന്നുണ്ടോ. 2 എണ്ണം മേടിച്ചത്. അതിൽ ഏതാണ് ഒരെണ്ണം ചുമലയും ഒരെണ്ണം മഞ്ഞയാണെന്നും പറഞ്ഞ് തന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ചിടണം. അപ്പോൾ ആ വെള്ളം ഇറങ്ങുന്ന അവസരത്തിൽ മണ്ണിന് ഇളക്കം വരും. ചൂടിളകാതെ വേണം എടുക്കാൻ, എങ്കിലേ എനിക്കത് അതേപടി ഇതിനകത്ത് തന്നെ വളർത്താൻ പറ്റുള്ളൂ. തണ്ട് പൊട്ടാതെ ചെരിക്കാൻ പറ്റുമെങ്കിൽ ചെരിച്ചിട്ട് അടിയിലൊന്ന് തട്ടിക്കൊടുത്തേ. അപ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ പിടുത്തം വിടത്തുള്ളൂ. ഇനി വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഊർത്തിയെടുക്കാം. നിവർത്തി ഞാൻ പിടിക്കാം. അങ്ങനെ ഇത് നല്ല മണ്ണാട്ടോ, അതുകൊണ്ട് ഞാൻ ഈ മണ്ണ് കളയാതെ വെക്കുവാണേ. ഇനി സൈഡിൽ കൂടെ മണ്ണിട്ടേ. അതിനേക്കാൾ നല്ലത് ഈ പണ്ടത്തെ വേര് പിടിച്ച മണ്ണ് തന്നെ ഇടുന്നത്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, അത് ഇത്രയും മണ്ണ് ഇടുകയുള്ളൂ നമ്മളിവിടെ. ഇതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇടത്തില്ല. ഇതിപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഈ വേരൊന്ന് ചുവടൊന്ന് ഉറച്ചിരിക്കാൻ അത്രയ്ക്കുള്ള മണ്ണ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 ചുവടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 2 ചുവടിനകത്ത് നിൽക്കണോ എനിക്കറിയത്തില്ല. എന്തായാലും ഇരിക്കട്ടെ. ഒക്കെ നല്ല നേഴ്സറിക്കാരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അല്ലെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ 1 ചുവട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒന്ന് പോയാൽ ഒന്നെന്നുള്ള ആ കരുതലാണ് അവരിതുപോലെ 2 ചുവട് ഇതിനകത്ത് വെക്കാനുള്ള കാര്യം. പുറത്തെ സൈഡിലിട്ട് വെച്ചാൽ കണ്ടോ.
മതി 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 മണ്ണ് മതി. മണ്ണ് ഇരുത്തം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വളവും ഒക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല നനവുള്ള മണ്ണായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിക്കാത്തത്. ഇതവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയി ഇതിൻ്റെ സ്ഥലത്ത് വെക്കാം. അവിടെയൊക്കെ പൊക്കോ. ഇനി അതിൻ്റെ സ്ഥലത്തോട്ട് വെച്ചിട്ട് ഇനി ഒരു പണിയുണ്ടേ. അവിടെ എനിക്ക് ഈ പൈപ്പൂടൊന്ന് വെച്ചേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെടി നടുന്ന കൂട്ടത്തിൽ വെക്കേണ്ടതായിരുന്നേ. അപ്പുറത്തെ ഈ സൈഡ് വെച്ചു. ഇനി പറ്റിയല്ല നമുക്കൊരു കുഴി കുഴിച്ചിട്ട് ഇപ്പം ശരിക്കും ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് വെച്ചിട്ട് താത്ത് കൊടുക്കുക. അതിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഇതേ പിടിച്ചവർ കയറി കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ കമ്പിക്കകത്തൂടെ പുറത്ത് വിടാം. നമ്മുടെ ടെറസയിലെ പുതിയ ഒരു ചുവട് ഡ്രാഗണിൻ്റെ നട്ടുപിടിപ്പിക്കൽ കഴിഞ്ഞിരിക്കുവാണേ. ഇനിയിപ്പോൾ ഇത് നല്ല വെള്ളമുള്ള മണ്ണായതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കാത്ത. ഒരു പാത്രം വെള്ളം അല്ലെങ്കിൽ അങ്ങ് ഒഴിച്ചേക്കാം. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും സമയത്ത് നട്ട് വളർത്തുന്നവരാണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കാഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒഴിക്കാതിരിക്കേണ്ട, ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതെ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മളിപ്പം വെറുതെ ഇലകളുടെയൊക്കെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്തിരിക്കുമല്ലേ, ആ എയർ പോക്കറ്റുകളിലേക്കെല്ലാം മണ്ണിറങ്ങി നിറയുകയും ചെയ്യും. ഇതിൻ്റെ ലെവൽ നല്ലോണം താഴും. അങ്ങനെ താഴ്ന്ന ഇതിന് കൂടുതൽ മുളകൾ വന്ന് കഴിയുമ്പം വേണം നമുക്ക് ഇച്ചിരി വളവും മണ്ണും കൂടെ ഇതിന് വീണ്ടും ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പം നമ്മൾ അടിവളം ചേർത്ത, അതായത് മണ്ണ് നമ്മളിവിടെ ചേർത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് മണ്ണ് വെക്കുന്നത്. ആ മണ്ണ് മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ലോണം അടിവളം ഉണ്ട്. മാവ് ഇവിടെ കൊണ്ട് വെച്ചോ വെച്ചോ. വെച്ചോ